പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ പുതുതായി സർവീസിനെത്തിയ KSRTC ബസിന് സ്വീകരണം നൽകുന്നതിനിടെ സംഘർഷം. ബസ് ആര് കൊണ്ടുവന്നു എന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘർഷത്തിന് കാരണം. ജനകീയ സമിതിയും മറ്റൊരു സംഘവും തമ്മിലാണ് സംഘർഷം ഉണ്ടായത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുകയാണ്. ശ്രീരാജ്, എങ്ങനെയാണ് ഇതൊരു സംഘർഷത്തിലേക്ക് എത്തിയത്? തണ്ണിത്തോട് കോന്നി റൂട്ടിൽ വർഷങ്ങളായി ബസ് സർവീസ് നിലവിൽ ഇല്ലായിരുന്നു. എന്നാൽ അതിനെ തുടർന്ന് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലെല്ലാം തന്നെ വലിയ സമരവും നടത്തുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി ബസ് സർവീസ് അനുവദിച്ചു. അങ്ങനെ ഈ ബസ് ഈ റൂട്ടിൽ കൊണ്ടുവന്നതിന്റെ ഭാഗമായി KU ജിനീഷ് കുമാർ MLA ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. തുടർന്നായിരുന്നു ഈ ജനകീയ സമരസമിതി പ്രവർത്തകരും അതുപോലെ ജനീഷ് കുമാർ MLA കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടത്. ഇവർ ആര് കൊണ്ടുവന്നു എന്നതിനെ ചൊല്ലി അല്ലെങ്കിൽ ബസ് സർവീസ് പുനരാരംഭിക്കാനുള്ള കാരണം ആരാണ് എന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. എന്നാൽ ഇതിൽ MLA സ്ഥലത്തു നിന്നും മടങ്ങിയതിനു ശേഷമായിരുന്നു സംഘർഷം ഉണ്ടായത്. MLA ഉണ്ടായിരുന്ന ഘട്ടത്തിലൊന്നും തന്നെ വാക്കുതർക്കവും മറ്റു പ്രശ്നങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. നിലവിൽ ഈ സംഘർഷത്തിൽ പരിക്കേറ്റവരിൽ സമരസമിതിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഉണ്ട്. നിലവിൽ ഈ SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ആരോപിക്കുന്നത് ഇത്തരത്തിൽ CPIM പ്രവർത്തകർ ഉൾപ്പെടെയാണ് തങ്ങളെ മർദ്ദിച്ചത് എന്ന തരത്തിലുള്ള ആരോപണമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നതനുസരിച്ച് ആ സംഘർഷത്തിൽ CPIMന്റെയും കോൺഗ്രസിന്റെയും എല്ലാം തന്നെ. ശരി ശ്രീരാജ്.